ഞാൻ എന്റെ ഈഗിൾ ലെവലാണ് ജോലി റിസൈൻ ചെയ്തത്. ടോട്ടൽ എന്റെ ബിസിനസ് വോളിയം 1,26,000 ഞാൻ ജോലി റിസൈൻ ചെയ്ത മാസമുള്ളത്. അപ്പൊ എത്ര വരുമാനമാണ് നമുക്ക് ഊഹിക്കാമോ അല്ലേ? ജോലി റിസൈൻ ചെയ്ത് പുറത്തിറങ്ങിയ സമയത്ത് RCMല് എങ്ങനെ പ്രവർത്തിക്കണമെന്നോ ഒക്കെ നമ്മൾ കുറെ കേട്ട് വെച്ചേ ഉള്ളൂ. ഒരു ധൈര്യത്തിൽ ഇറങ്ങിയാണ്. അതിന് മുമ്പ് കുറച്ച് കാലം റിയോയും പാർട്ട് ടൈം ആയിരുന്നു. പക്ഷെ എന്താണെന്നറിയില്ല, ഓരോ സ്റ്റെപ്പുകളും ഞാൻ പറഞ്ഞിവിടെ വളരെ വന്ന് പോയതിനു ശേഷമുള്ള പ്രോഗ്രാം അടുത്ത 2 മാസത്തിനുള്ളിൽ ഞാൻ RCMൽ സ്റ്റാറായി. 24,500 വേണമെങ്കിൽ സാറിന് വരുമാനമുണ്ട്. അവിടുന്ന് ഒരു വർഷം ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. സ്റ്റാർ ആവും, താഴെ പോവും, പിന്നെ റണ്ണറാവും, അങ്ങനെ പോയി ഒരു വരുമാനമൊന്നുമില്ല. ജോലി കൂടെ റിസൈൻ ചെയ്ത് തീർന്നിരിക്കുകയാണ്. കയ്യിലുള്ള ബാക്കപ്പുകളൊക്കെ തീർന്നു, വിദ്യാഭ്യാസവും ഗ്രാജുവേറ്റും ഒക്കെ തീർന്നു. എന്ത് ചെയ്യും? ഇത് ചെയ്തേ പറ്റൂ. ട്രെയിനറായിട്ട് തുടങ്ങിയല്ല, സാഹചര്യം അങ്ങനെ ആക്കി മാറ്റിയതാ, വേറെ വഴിയില്ല. കാരണം നമ്മുടെ ടീം നമ്മളെന്താണോ നമ്മൾ സ്വയം വളരാൻ തീരുമാനിക്കുന്നു, നമ്മളെന്താണോ നമ്മുടെ ടീമിനെ ട്രെയിൻ ചെയ്യാൻ നമ്മൾ ആരംഭിക്കുന്നത്, അന്ന് വരെ നമ്മൾ വളരുള്ളൂ. 2019 ഡിസംബറിൽ ഞാൻ സ്റ്റാർ ഡയറക്ടറായിട്ട് പ്ലാറ്റിനത്തിലേക്ക് വന്നു. 2020 കൊറോണ സ്റ്റാർട്ട് ചെയ്തു. 2020 ഏകദേശം ഒരു ജൂലൈ മാസമാണ് ഇന്ന് സ്റ്റാർ പ്ലാറ്റിനം 2 സൈഡിലും 5 തന്നെ സ്റ്റാർ പ്ലാറ്റിനം വന്നത്. ഒരു ഒക്ടോബർ ആയിരിക്കും 2021 സ്റ്റാർ പ്ലേയിലേക്ക് എത്തി. 2020 ആ ഒരു കാലഘട്ടം മുതൽ 2020 മുതൽ 1,00,000 കുറഞ്ഞിട്ടില്ല ഇതുവരെ വരുമാനം. ഇപ്പൊ ആസിഫിൽ എറണാകുളമാണ്. എറണാകുളം ഇന്ത്യയിലാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ എറണാകുളമായി. എന്റെ കുടുംബത്തിന് ഒരു മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കുക എന്ന ആഗ്രഹത്തോടുകൂടി ഞാൻ എന്റെ ജോലി റിസൈൻ ചെയ്ത് പോകുന്നത്. ഞാൻ ചിന്തിച്ചത് ഓർമ്മല്ല, ഭാവിയിലേക്ക് ആലോചിക്കുന്ന സമയത്ത് ജോലി നല്ലതാണ്. മനുഷ്യനെനിക്ക് 58 വയസ്സുവരെ ജോലി, പക്ഷേ അതിനേക്കാൾ പ്രതീക്ഷ എവിടെയാണ്? ഫ്യൂച്ചറിലേക്കില്ല. നിങ്ങൾക്ക് RCMൽ സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഉറപ്പിച്ചോളൂ, നിങ്ങൾ RCM ചെയ്യുന്നുണ്ടെങ്കിൽ ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങളുടെ ഫാമിലിയെ കൂടെ കൂടണം. അവരുടെ എന്ത് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിലും എന്താണെങ്കിലും, എന്തുകൊണ്ടാണ് ഒരു വൈഫിന്റെ തെറ്റിദ്ധാരണ ഒരു ഹസ്ബൻഡ് എന്തെങ്കിലും ഇത്തരത്തിലൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എന്തുകൊണ്ടാണ് വൈഫ് എതിർക്കുന്നത്? പൈസ ആഗ്രഹമില്ലാത്തതാണോ? വരുമാനം ഇഷ്ടമുള്ള ആഗ്രഹമുണ്ടോ? പ്രശസ്തി ആഗ്രഹമില്ലായിട്ടാണോ? ഒന്നുമില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് കേൾക്കാൻ പോലും പല ഫാമിലികളും പല ലേഡീസും തയ്യാറാവാറില്ല? ഹസ്ബൻഡ് ബിസിനസ് പറയുമ്പോൾ കാരണം അയാളെ കയ്യിലിപ്പോ എങ്ങനെയാ? ശരിയല്ലേ? കണ്ട എല്ലാത്തിനും പോയി ചാടും, കണ്ട എല്ലാ പരിപാടിയും പോയി ചാടും, ഉള്ള കാശ് മുഴുവൻ കളയും. പിന്നെ എങ്ങനെ സമ്മതിക്കണമെന്നേ? ഭാര്യമാര് ഇത്തരം പരിപാടി കൊണ്ടുവന്നാലോ? പൊതുവെ ആണുങ്ങളുടെ സ്വഭാവമുണ്ട്. ഭാര്യമാർ ഇത്തരം പരിപാടികൾ വരികയാണെങ്കിൽ പിന്നെ ഭാഗത്തേക്ക് ആണുങ്ങൾ കൊടുക്കുക. ഓളെന്തൊക്കെയോ ചെയ്യുന്നത്, ഞങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ഓള് ചെയ്തോളൂ, ഓൾ ചെയ്തോട്ടെ അല്ലേ? എന്താ പ്രശ്നം വെച്ചാല് നിങ്ങൾ നോക്കിയോളൂ, മാർക്കറ്റിൽ നിന്ന് കിട്ടാവുന്നതിൽ ദ ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ് RCM പ്രോഡക്റ്റ്. സംശയം ഉണ്ടോ? ഇല്ല. ദ ബെസ്റ്റ് കോമ്പറ്റീറ്റീവ് പ്രൈസ് ആണ്. ഈ പ്രൈസിൽ ഈ ക്വാളിറ്റിയിൽ ഒരു പ്രോഡക്റ്റ് ലോക മാർക്കറ്റിൽ ഒരു മുതലാളിക്ക് കൊടുക്കാൻ കഴിയില്ല. കഴിയില്ല. കാരണം RCM ലാഭം മാത്രം നോക്കില്ല, കച്ചവടമല്ല. എന്നിട്ടും എന്തുകൊണ്ട് ആളുകൾ ടെർമിനേറ്റ് പോകും? 6 മാസം സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കാതിരുന്നാലാണ് ടെർമിനേറ്റ് ആയി പോവുക അല്ലെ? എന്നിട്ടും എന്തുകൊണ്ട് ടെർമിനേറ്റ് ആയി പോകുന്നു? എന്റെ ഫാമിലിയില് ഞാനും വൈഫും 2 മക്കളും. ഇപ്പൊ മോളിപ്പോ ബാംഗ്ലൂർ പഠിക്കാൻ പോയി. ഇപ്പൊ ഞങ്ങൾ 2 പേര് 4 പേര് അടങ്ങുന്ന ഫാമിലിയില് ഏറ്റവും ചുരുങ്ങിയത് ഒരു 10,000 രൂപയ്ക്ക് മേലെ സാധനം ഞങ്ങൾക്ക് വേണം. മുട്ടശാലടക്കം 10,000 പോരാ. ഡിസ്പ്ലേ എങ്ങനെയാണെന്ന് സ്റ്റോക്ക് എന്തായാലും എപ്പോഴും ഉണ്ടാവും. നിങ്ങൾക്ക് പറക്കൂടെ? ഒരു ശരാശരി ഫാമിലിയില് ഏറ്റവും മിനിമം ഒരു മാസത്തേക്ക് ഒരു 3,000 മുതൽ 5,000 രൂപയുടെ സാധനം നിർബന്ധമായിട്ടും വേണം. പല്ല് തേക്കണം, കുളിക്കണം, ഭക്ഷണം കഴിക്കണം, വീട് വൃത്തിയാക്കണം, തുണി അലക്കണം, അല്ലേ? ഇതെല്ലാം RCMലുണ്ട്. ഇത് RCMൽ ഇല്ലെങ്കിൽ മറ്റു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. വാങ്ങിച്ചേ പറ്റൂ. പിന്നെ എന്തുകൊണ്ട് RCM വാങ്ങിക്കുന്നില്ല? ചിന്തിക്കട്ടെ. എന്തുകൊണ്ട് പിന്നെ ആളുകൾ ഒരു 100 PV പോലും വാങ്ങിക്കാതെ ടെർമിനേറ്റ് ആയി പോകുന്നു? എന്തുകൊണ്ട് അല്ലെ? ഒരു ആക്ടിവിറ്റി 1,000 രൂപ കൺസിസ്റ്റൻസിയിൽ ചെയ്യാൻ കഴിയും. എന്തുകൊണ്ടാണെന്നറിയോ? വീട്ടിലെല്ലാവർക്കും ഇതിനെപ്പറ്റി ധാരണ ഇല്ലാത്തതാണ്. വീട്ടിലെല്ലാവർക്കും ഇതിനെപ്പറ്റി ധാരണ ഉണ്ടെങ്കിൽ അതേ വാങ്ങുള്ളൂ. ഇപ്പൊ ധാരണ ഉണ്ടാക്കേണ്ടത് ഉത്തരവാദിത്തം ആർക്കാം? ആരാണോ ഹസ്ബൻഡ് ചെയ്തത്, അത് ഹസ്ബൻഡ് ആവട്ടെ വൈഫാവട്ടെ ആരോട്ടെ, നിങ്ങൾക്കാണ് ഇത് ഉത്തരവാദിത്തം. അപ്പൊ ഫസ്റ്റ് നമ്മൾ കൺവിൻസ് ചെയ്യേണ്ടത് വീട്ടുകാരെയാണ്. അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, മക്കളുണ്ടാവും, പ്രായപൂർത്തിയായ ഇവരെല്ലാവരെയും കൺവിൻസ് കൊടുക്കണം.
നമ്മൾ കുറെ വാചാലമായിട്ട് കാര്യമില്ല. കൺവിൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമ്മൾക്ക് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ഒരിക്കലും കഴിയില്ല. അപ്പൊ അത് കൺവിൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയെ അവരുള്ള സമയത്ത് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോയി സംസാരിപ്പിക്കണം. ഫാമിലി ബിസിനസ് ആണ്, കുടുംബത്തിൽ ആരംഭിക്കേണ്ടത്. 2026 നിങ്ങൾക്ക് തീരുമാനം എടുക്കാം, എന്റെ ഫാമിലിയെ ഞാൻ കൺവിൻസ് ചെയ്തിരിക്കുന്നത്, അതിനെന്ത് വില കൊടുത്ത് ചെയ്യണം. അപ്പോഴേ ഇത് മുന്നോട്ട് പോകുള്ളൂ. അപ്പോഴേ മുന്നോട്ട്. അല്ലെങ്കിൽ നമ്മൾ എത്ര വലിയ വലിയ കാര്യങ്ങൾ വേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എത്ര വലിയ വാചാലമായിട്ടും എത്ര വലിയ ആളുടെ എക്സ്പീരിയൻസ് പറഞ്ഞും ആർക്കും തലയിൽ കയറില്ല. ഫാമിലി ആയിട്ട് പോകണം. നമുക്കിവിടെ എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? ആസിമില് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ? നേടാനോ? ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട്. എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനുണ്ടോ? അവിടെ ആശയം എന്താണെന്നും ബിസിനസ് എന്താണെന്നും ജീവിത രീതി എന്താണെന്നും തിരിച്ചറിയാത്തത് മാത്രം, അതിന്റെ മർമ്മം അറിയാത്തതുകൊണ്ട് മാത്രമാണ് ആളുകൾ ചെയ്യാത്തത്. എന്താണ് എന്റെ മർമ്മം? ആശയമായി പറയുന്നത് ഡയറക്ട് സെല്ലിംഗിന്റെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് പറഞ്ഞത് എന്താ? സാധാരണക്കാരനെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ഓപ്പർച്യൂണിറ്റി എന്നാണ് ഡയറക്ട് സെല്ലിംഗ് ബിസിനസിനെ പറയുന്നത്. അടുത്ത വാക്ക്, സാധാരണക്കാരനെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ഓപ്പർച്യൂണിറ്റി. ലോകത്ത് അറിയപ്പെടുന്ന വാക്കാണ്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ അസാധാരണമായി ചിന്തിക്കുന്ന സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്ന ഓപ്പർച്യൂണിറ്റി, അങ്ങനെ പറയാം. ഞാൻ എന്റെ നാട്ടിൽ ഒരുപാട് സെക്യൂരിറ്റി ചെയ്യുന്ന ദിവസങ്ങളുണ്ടാക്കുന്നുണ്ട്. എല്ലാവരും നാരായണക്കൊല്ലായില്ലല്ലോ. അദ്ദേഹത്തിന്റെ സക്സസ് കണ്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്ക് നോക്കിയിട്ടുള്ള കുടുംബം. അപ്പൊ സാധാരണ ചിന്തിക്കാൻ കഴിയണം. അപ്പൊ സ്വന്തം ജീവിതത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടാവണം. പല ആൾക്കാരും പറയുന്ന ഒരു പരാതിയുണ്ട്. ഇപ്പം നമ്മള് സർക്കാർ ജീവനക്കാരൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവനക്കാരൊക്കെ റിട്ടയർ ആവുന്ന സമയത്ത് റിട്ടയർമെന്റ് പാർട്ടിയിൽ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വാചകമുണ്ട്. സ്ഥിരമായിട്ട് റിട്ടയർമെന്റ് പാർട്ടി കേട്ട ആളുകൾക്ക് അറിയാം. എന്താണ്? 58 വയസ്സിൽ റിട്ടയർ ആയി കഴിയുമ്പോൾ പറയുന്ന വാചകം എന്താ? കാലഘട്ടം കടന്നുപോയത് അറിഞ്ഞില്ല, വിചാരിച്ച പോലെ ഒന്നും ആവാൻ കഴിഞ്ഞില്ല. കേട്ടോ വാക്ക്? കേട്ടോ? സുഹൃത്തുക്കളെ കേട്ടോ അല്ലേ? നിങ്ങൾ കുറെ റിട്ടയർമെന്റ് പാർട്ടി കണ്ടുണ്ടാവും അല്ലെ? വിചാരിച്ച ഒന്നും ആവാൻ കഴിഞ്ഞില്ല. ഒരു 10, 25, 30 വയസ്സ് ജോലി കിട്ടി. ആ ജോലി കിട്ടി കഴിഞ്ഞ സമയത്ത് നമ്മള് കുടുംബവും പ്രാരാബ്ദവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയി. ആ ജോലി കൊണ്ട് ജീവിച്ചു പോകുന്നു. ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല. ചിലപ്പോൾ ഒരു വീട് വെച്ചിട്ടുണ്ടാവും, അതിന്റെ ലോൺ ഒരു വർഷം തീർന്നിട്ടുണ്ടാവില്ല. വിചാരിച്ചതുപോലൊന്നും ആവാൻ കഴിഞ്ഞില്ല. ആർസിഎമ്മിൽ വന്ന പല ആൾക്കാരും പറഞ്ഞൊരു പരാതി അറിയോ? ഞാൻ ആർസിഎമ്മിൽ വന്നിട്ട് 1 വർഷമായി, ഞാൻ ആർസിഎമ്മിൽ വന്നിട്ട് 2 വർഷമായി, ഞാൻ ആർസിഎമ്മിൽ വന്നിട്ട് 3 വർഷമായി, വിചാരിച്ചതുപോലൊന്നും ആവാൻ കഴിഞ്ഞില്ല. എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞു കേട്ടോ? കേട്ടോ? എന്തെങ്കിലും എനിക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുണ്ട്. ആ കേട്ട ആൾക്കാരോട്, പറഞ്ഞ ആൾക്കാരോട്, എന്താ ശരിക്കും വിചാരിച്ചത്? ഒരു മറുചോദ്യം ഉണ്ടായിരുന്നു. വിചാരിച്ചതുപോലെ ഒന്നും ആവാൻ പറ്റിയില്ല ഒരാൾ പറഞ്ഞാൽ അയാളോട് ചോദിക്കേണ്ട മറുചോദ്യം, എന്താ നിങ്ങൾ ശരിക്കും വിചാരിച്ചത്? ഒന്നും വിചാരിച്ചില്ല, അതുകൊണ്ടാവാത്തത്. ഒന്നും വിചാരിക്കുന്നതുകൊണ്ടാവാത്തത്. ശരിയല്ലേ? വിചാരിച്ചാലായിരിക്കും. മനുഷ്യന്റെ കഴിവാണത്. മനുഷ്യൻ ദൈവം കൊടുത്ത കഴിവ്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നടപ്പിൽ വരുത്താനുള്ള ഒരു ശക്തി മനുഷ്യൻ ദൈവം കൊടുത്തിട്ടുണ്ട്. വിചാരിക്കാത്തതുകൊണ്ടാവാത്തത്. ഒന്ന് വിചാരിച്ചു നോക്കി. ആയിരിക്കും, സംശയം വേണ്ട. ലൈഫിനെ പറ്റി കാഴ്ചപ്പാടുണ്ടാവണം. നമുക്ക് ഇല്ലാത്തത് തന്നെയാണ്. ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാവണം. നമ്മുടെ ലൈഫിനെ പറ്റി ഒരു കാഴ്ചപ്പാട്. 2026 ഡിസംബർ മാസത്തിൽ അല്ലെങ്കിൽ 2027 ജനുവരി ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ആയിരിക്കും എന്നൊക്കെ കാണാൻ കഴിയണം. 2030 ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് ഇവിടുന്ന് കാണാൻ കഴിയണം. ഒരു സിനിമ കാണുന്നത് പോലെ, ഇമേജ് പോലെ നമുക്ക് കാണാൻ കഴിയണം. നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം ഏതാണ്, നമ്മൾ കിടക്കുന്ന വീട് ഏതാണ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്താണ്, നമ്മുടെ ജീവിത രീതി എന്താണ്, നമ്മുടെ മക്കൾ എങ്ങനെ ജീവിക്കും, ഒക്കെ കാണാൻ കഴിയണം. ഈ കാണാൻ കഴിയുന്നവർ മാത്രമേ അവിടേക്ക് എത്താൻ കഴിയുള്ളൂ. പ്രാരാബ്ദങ്ങൾ മാത്രം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ വേണ്ടതാണ് മുന്നോട്ടൊരു കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് ആൾക്കാരെ മാത്രമേ വിജയിച്ചുള്ളൂ. ഈ കാഴ്ചപ്പാട് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നറിയാം? എന്തുകൊണ്ടാണ് കാഴ്ചപ്പാടില്ലാത്തത്? നമ്മള് മോട്ടിവേഷൻ കൊടുക്കാൻ സമൂഹത്തിൽ അല്ലേ? ഞാൻ പറയുന്ന സമൂഹത്തിൽ നിന്ന് പല പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുള്ളത് ലക്ഷ്യബോധമില്ലായ്മ എന്ന് പറയും. എവിടെ ലക്ഷ്യബോധം നഷ്ടപ്പെടുന്നത്? ഏത് പ്രായം വരെ ആളുകൾ ലക്ഷ്യബോധം ഉണ്ടായിക്കൊടുക്കുന്നത്? ഒരു 30-കാരനെ 25-കാരനെ വിളിച്ച് ലക്ഷ്യബോധത്തിന് വേണ്ടി സംസാരിക്കാറുണ്ടോ? ഞാൻ ആകെ കണ്ടിട്ടുള്ളത് SSC പഠിക്കുന്ന കുട്ടികളാണ്, അല്ലെങ്കിൽ +2 പഠിക്കുന്ന കുട്ടികൾക്കാണ് ലക്ഷ്യബോധത്തെ പറ്റി ക്ലാസ് കൊടുത്തു കണ്ടുള്ളത്. SSC പ്രധാനപ്പെട്ടതാണ്, ജീവിതത്തിന്റെ കടമ്പയാണ്, ടേണിംഗ് പോയിന്റ് ആണ്.
പ്ലസ് ടു ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് എവിടെ എത്തണമെങ്കിൽ ഇവിടെ തീരുമാനം എടുക്കണം, ഇവിടെ പാടിയ എടുക്കോ, നമ്മൾ ഇവിടുന്നല്ലോ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ആ ഒരു ജോലി ലക്ഷ്യമാക്കി നല്ലൊരു കോഴ്സ് കിട്ടാൻ വേണ്ടി SSLC നല്ല മാർക്ക് വാങ്ങി, പ്ലസ് ടു നല്ല മാർക്ക് വാങ്ങി, നല്ലൊരു കോഴ്സ് എടുത്തു, നല്ലൊരു ജോലി സമ്പാദിക്കാനാണ് എല്ലാവരും പഠിപ്പിച്ചത്. ആണോ? നല്ലൊരു ജോലി സമ്പാദിക്കാൻ ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കി കൊടുത്ത് ആ വ്യക്തിയെ വളർത്തി വലുതാക്കി ഒരു 25 വയസ്സായ സമയത്ത് ആ വ്യക്തിക്ക് നല്ലൊരു ജോലി കിട്ടി. സങ്കല്പിക്കും, 25 വയസ്സായപ്പോ അയാൾക്ക് ഒരു സർക്കാർ ജോലി കിട്ടി, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടി. എത്ര വയസ്സ് വരെ ജീവിക്കേണ്ട വ്യക്തിയാണ്? ഒരു 100 വയസ്സ് വരെ ജീവിക്കേണ്ട വ്യക്തിയാണെങ്കിൽ 25 വയസ്സായപ്പോഴേക്ക് അയാളുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പിന്നെ ബാക്കി ജീവിതം യാതൊരു ലക്ഷ്യബോധവുമില്ലാതെ സാധാരണ നാട്ടു നടപ്പ് പോലെ ജോലി കിട്ടി, വിവാഹമായി, കുട്ടികളായി, വീടായി, കുട്ടികളെ നോക്കി ഇത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ വേറെ എന്തിനൊക്കെ പോയ സമയം ഇഷ്ടം പോയില്ലേ, വേറെ ചിന്തിക്കാനല്ലോ. അതുകൊണ്ടാണ് മാറാത്തത്, അതുകൊണ്ടാണ് ലൈഫ് മാറാത്തത്. ലക്ഷ്യബോധം ഉണ്ടാവണം, എല്ലാവർക്കും ഉണ്ടാവണം. പക്ഷെ ലക്ഷ്യബോധം ഉണ്ടാവാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം വേറെയുണ്ട്. എന്തെടുത്ത് ലക്ഷ്യബോധം ഉണ്ടാവണം? ഞാൻ ജോലി ഇരിക്കുന്ന സമയത്ത്, വീട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത്, ന്യൂ ഇയർ ഉണ്ടാവും, പുതുവർഷം വരുന്ന സമയത്ത് രാവിലെ എല്ലാ ദിവസവും രാവിലെ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിന് പകരം ആ ദിവസം ജനുവരി 1-ാം തീയതി ഇന്ന് സ്ഥാപനത്തിലേക്ക് പോകണമെങ്കിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും, വിഷ് യു എ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയും. എന്നിട്ട് ഞാൻ എന്റെ വളരെ ആവേശത്തോടെ നമുക്ക് പുതിയ വർഷത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാക്കണം ലൈഫിൽ നിന്ന് ആഗ്രഹിച്ചിട്ട് ആവേശത്തോടുകൂടി പുതിയ വർഷത്തെ ഏൽക്കും. നേരത്തെ അനുഭവം പറഞ്ഞ പോലെ ഡയറി എഴുതി വെക്കാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞ് പണി തുടങ്ങി കഴിഞ്ഞാലോ പഴയ പോലെയാ. ശമ്പളം കിട്ടുമ്പോ പഴയ പോലെ, എല്ലാം പഴയ പോലെയാ, ഒരു മാറ്റവുമില്ല. മാറ്റം ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ വരുമാനം വർദ്ധിപ്പിക്കാൻ പറ്റുമോ? വരുമാനം വർദ്ധിപ്പിക്കാൻ ആകെ 2 മാർഗങ്ങൾ ഒരു എംപ്ലോയിക്കുള്ളൂ. എന്തൊക്കെയാ? ഒരു എംപ്ലോയിയെ സംബന്ധിച്ചോളം വരുമാനം വർദ്ധിപ്പിക്കാൻ 2 മാർഗങ്ങളുള്ളൂ. എന്താണ് എംപ്ലോയിക്ക് 2 മാർഗങ്ങൾ? ജോലിക്കാരും ഇവിടെ അത് ഉറപ്പിട്ടുള്ളൂ. വളഞ്ഞ വഴിയല്ല, നേരായ മാർഗം. 2 മാർഗങ്ങളുള്ളൂ എംപ്ലോയിക്ക്. ജോലി സമയം കൂട്ടിയാൽ എംപ്ലോയിക്ക് വരുമാനം വർദ്ധിക്കില്ല. എന്റെ പ്രിൻസിലെ ജോലി സമയം 9 മണി മുതൽ 6 മണിയായിരുന്നു. മിക്കവാറും ദിവസങ്ങളിൽ ഞാൻ 7 മണി 8 മണി വരെ ജോലി ചെയ്തിട്ടുണ്ട്. എന്റെ ശമ്പളം കൂടിയിട്ടില്ല. എംപ്ലോയിക്ക് ജോലി സമയം വർദ്ധിപ്പിച്ചാൽ കിട്ടില്ല. ആ പറഞ്ഞു വേണം, സൈഡായിട്ടല്ല, ആ വരുമാനത്തിൽ കൂടെ കാറ്റഗറി മാറുന്നത്. പ്രൊമോഷൻ, 1 പ്രൊമോഷൻ, 2 ഇൻക്രിമെന്റ്. ഈ 2 മാർഗങ്ങളുടെ എംപ്ലോയിക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ. ഇത് 2 നമ്മുടെ കയ്യിലല്ല. പ്രൊമോഷൻ ആരെ തീരുമാനിക്കുക? പ്രൊമോഷൻ ഇൻക്രിമെന്റും പടച്ചോനെ തീരുമാനിക്കുക. പടച്ചോനാരാ? സ്ഥാപനത്തിന്റെ മേലധികാരിയാണ് പടച്ചോൻ. നമ്മുടെ കയ്യിലല്ല. പിന്നെന്ത് ചെയ്യും? വരുമാനം വർദ്ധിപ്പിക്കാൻ ഞങ്ങളോട് സ്ഥാപനത്തിൽ പറഞ്ഞത് 9 മണിക്ക് മുമ്പ് എത്ര നേരം വേണം മുമ്പ് അച്ചീവ് ചെയ്തോളൂ, 6 മണിക്ക് ശേഷം എത്ര നേരം വേണം ഇരുന്നോളൂ. പക്ഷെ ഈ സമയത്ത് അവിടെ ഉണ്ടാവണം. വരുമാനം വർദ്ധിക്കില്ല. ഒരു സാധാരണ ജോലിക്ക് വന്ന് നിത്യക്കൂലിക്ക് ജോലിക്ക് വന്ന ആളെ സംബന്ധിച്ചോളം കൂലി കൂട്ടി കിട്ടുമോ? എത്ര മണിക്കൂർ എക്സ്ട്രാ ജോലിയാണ് കൂലി കൂട്ടി കിട്ടുമോ? ഒരു മാർഗമില്ല. ഇനി സ്വയം തൊഴിൽ ചെയ്യുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഒരു സ്ഥാപനം നടത്താം, ഷോപ്പ് നടത്തുന്ന ആൾക്കാർക്ക് അയാൾക്ക് വരുമാനം വർദ്ധിക്കാനോ എന്ത് വേണം? അങ്ങാടിയിൽ ഏറ്റവും ആദ്യത്തെ ആള് വരുമ്പോഴേക്ക് ഷട്ടർ വർദ്ധിക്കണം, ഏറ്റവും അവസാനത്തെ ആള് പോകുന്നവരെ അവിടെ ഇരിക്കണം. അതൊരു സാധ്യതയുള്ളൂ. ഇവിടെ കിട്ടുന്ന സാധനമൊക്കെ അവിടെ കിട്ടും. ഇവിടെ ഒരു ആൾക്കാർ ഈ സാധ്യത വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത് നമ്മൾ ഉപബോധ മനസ്സിൽ പതിഞ്ഞു പോയതുകൊണ്ടാണ് ഒരു കാര്യം കണ്ടാലും നമുക്ക് വിശ്വാസമില്ലാത്തത്. പിന്നെന്താണ്? ഇഷ്ടം പോലെ ലോൺ കിട്ടുന്നത്. ഇന്ന് പല ആളുകൾക്കും ശമ്പളത്തിന്റെ നല്ലൊരു ശതമാനം EMI ആയിട്ട് പോവാം, ലോണും കടബാധ്യതയായിട്ട്. കാരണം സമൂഹത്തിൽ പിടിച്ചു നിൽക്കണ്ടേ? 2000 സ്ക്വയർ ഫീറ്റ് താഴെ വീട് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല. മോശക്കാരൻ നമ്മള് അല്ലേ? നല്ല ഇപ്പൊ കല്യാണ സീസൺ വരെയാണ്. എല്ലാ കല്യാണത്തിനും നല്ല പുതിയ ഡ്രസ്സൊക്കെ ഉണ്ടേ. ഈ കല്യാണത്തിന്റെ സാരി എടുത്ത കല്യാണത്തിന് കൊടുക്കാൻ പറ്റുമോ? പണ്ടൊക്കെ ആണെങ്കിൽ വേറെ നാട്ടിലെ വേറെ കല്യാണത്തിന് കൊടുക്കാമായിരുന്നു. ഇപ്പൊ അതും പറ്റൂല. അപ്പോഴേക്ക് സ്റ്റാറ്റസ് ഒക്കെ ഇട്ടത് എല്ലാവരും കണ്ടു കഴിഞ്ഞു. പൈസ വേണ്ടതൊക്കെ വിദ്യാഭ്യാസം, മക്കളുടെ വിദ്യാഭ്യാസം ഹയർ സെക്കൻഡറി ചെലവുള്ളതാ. നിങ്ങൾ ആലോചിക്കേ, ഈ പല ആൾക്കാരെ മക്കളെ പഠിപ്പിക്കുന്ന എങ്ങനെ? പ്ലസ് 2 കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ കോഴ്സുകൾ വല്ലതും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പഠിപ്പിക്കാം? ലോൺ എടുക്കും, എഡ്യൂക്കേഷൻ കൊടുത്ത് പഠിപ്പിക്കും.
ശരിക്കും ആരാണ് അടിച്ചു കേസുകൾ അടയ്ക്കുന്നത്? രക്ഷിതാക്കളാണ് അടയ്ക്കുന്നത്. ജോലി കിട്ടിയിട്ട് അടയ്ക്കാന്നുള്ളതാണ് ടേംസ്. ജോലി കിട്ടിയിട്ട് ആ കുട്ടി അടയ്ക്കുക എന്നുള്ളതാണ് ടേംസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കുട്ടി ജനിച്ച്, നമ്മുടെ കുട്ടി ജനിച്ചു വീണാൽ ഒരു 3.5 വയസ്സാകുമ്പോൾ നമ്മൾ LKG ചേർക്കും, ഒരു 6 വയസ്സാകുമ്പോൾ 1-ാം ക്ലാസ് എത്തും, 15 വയസ്സാകുമ്പോൾ +2, 10-ാം ക്ലാസ് ആവും, 17 വയസ്സാകുമ്പോൾ +2 കഴിയുന്ന ഓർമ്മയില്ലേ? ഈ 17 എന്തെടുക്കായിരുന്നു ഈ 17 കൊല്ലം? എന്നിട്ട് ആ കുട്ടിക്ക് ബാധ്യതയെ കുറിച്ച് പറയുന്നതാ, അച്ഛൻ കഷ്ടപ്പെട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് പറയും അല്ലേ? അതല്ല ചെയ്യുന്നത്. ആലോചിക്ക്, നമ്മുടെ ദീർഘവീക്ഷണം ഇല്ലായ്മ കൊണ്ട് മാത്രമാണ് നമ്മള് പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ കഴിവുണ്ടായിട്ടും നല്ല അവരെ ഇഷ്ടപ്പെട്ട കോഴ്സിൽ ഇരിക്കാൻ പറ്റുന്ന എത്രയോ കുട്ടികളുണ്ട്. എന്താ പരിഹാരം? കഴിഞ്ഞു പോയത് കഴിഞ്ഞു, തിരിച്ചറിയാൻ കഴിയില്ല അല്ലെ? കഴിഞ്ഞു. പക്ഷെ ലൈഫ് മുന്നോട്ട് കിടക്കാം. നിങ്ങൾ മനസ്സിലാക്കൂ, പുതിയ പുതിയ പഠനങ്ങൾ പറയുന്നത് എന്നിപ്പോൾ മരിച്ചിട്ടൊന്നുമില്ല. ടെക്നോളജി അഡ്വാൻസ്ഡ് ആണ്, ആരോഗ്യ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്, എന്താ അസുഖങ്ങളും ചികിത്സയുണ്ട്, മരിച്ചൊന്നും പോലെ ഉണ്ടാവും. ശരാശരി 75-80 വയസ്സുള്ള ആൾക്കാരൊക്കെ ചെറുപ്പക്കാർ കിടന്നില്ല. നമ്മുടെ യൂത്ത് ആയിക്കാൻ ഇപ്പോൾ മമ്മൂട്ടിയാ അല്ലേ? 85-90 വയസ്സുള്ള ആൾക്കാരെ ഇഷ്ടം പോലെ നമ്മളെ ഭരിക്കുന്നത്. ഇപ്പോൾ വരുന്ന കാലഘട്ടങ്ങളിൽ 100, 120, 150 വയസ്സുകളിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ ഭൂമിയിൽ ഉണ്ടാവുന്ന പറയുന്നത്. 5 ലക്ഷങ്ങൾ പോയിട്ടല്ലേ? എല്ലാവരും ചെറുപ്പക്കാരാ. എത്ര പെൻഷൻ പ്രായം? 58-60. അത് കൂട്ടുമോ? സാധ്യത ദൃഢമാണ്. പെൻഷൻ വാങ്ങിക്കുന്ന എത്ര ശതമാനം ആൾക്കാരുണ്ട്? വളരെ ചുരുക്കം ആൾക്കാര്. പുതിയ വരുന്ന തലമുറയ്ക്ക് ഏതാ പെൻഷൻ? കോൺട്രിബ്യൂട്ടറി പെൻഷനാ. എത്ര ഉണ്ടാവും? ചുരുക്കം ഉണ്ടാവുള്ളൂ. അതായത് ഒരാൾ 60 വയസ്സിൽ ജോലിയിൽ നിന്ന് പുറത്തിറങ്ങി, നല്ല ശതമാനം ആൾക്കാർ പെൻഷൻ വാങ്ങുന്ന ആൾക്കാരല്ല, പെൻഷൻ വാങ്ങുന്ന ആൾക്കാരുള്ളൂ. ഒരു 60 വയസ്സിൽ ജോലിയിൽ നിന്ന് പുറത്തിറങ്ങി അയാൾ 90 വയസ്സിൽ ജീവിക്കുമെങ്കിൽ നെക്സ്റ്റ് 30 വർഷം എന്ത് ചെയ്യും? ജോലി കിട്ടുമോ? 50 വയസ്സ് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? എന്ത് ജോലി കിട്ടുക? നിങ്ങൾ ജോലിക്ക് പെട്രോൾ പമ്പില് അല്ലെങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാര്, ഇത്തരം ജോലികൾക്കൊക്കെ ജോലി മോശമാണെന്നല്ലേ പറഞ്ഞത്. അടിസ്ഥാനമായിട്ട് ശമ്പളം കുറച്ച് കുറവുള്ള ജോലികളൊക്കെ ഇവിടെയൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരെ നോക്കി. 50 വയസ്സിന് കൂടുതൽ ആൾക്കാർ, ഭൂരിപക്ഷം ആൾക്കാർ എന്ത് അവർക്ക് റെസ്റ്റ് വേണ്ടേ? അവർക്ക് റെസ്റ്റ് ആഗ്രഹിച്ചിട്ടില്ലേ? ഇല്ലേ? വർഷമായിട്ട് ജോലി ചെയ്യുന്നു, ഓർമ്മ ജോലി ചെയ്യുന്നു. എന്തുകൊണ്ടാ? ഇപ്പൊ ജീവിക്കാൻ തികയുന്നില്ല. നാളെ നമ്മുടെ അവസ്ഥ അതൊക്കെ തന്നെയാണ്. എന്ത് മാർഗം കണ്ടുവച്ചിട്ടുണ്ട്? ആഫ്റ്റർ 50, ആഫ്റ്റർ 60 എന്ത് മാർഗം കണ്ടുവച്ചിട്ടുണ്ട്? മക്കൾ നോക്കുന്ന ഒരു വീട്ടിൽ കഴിഞ്ഞ് ഒരു വ്യക്തി കിട്ടുന്ന സാലറി എത്ര തുടക്കത്തിൽ? അവരൊന്ന് സെറ്റിൽ ആവാൻ എത്ര വർഷം പിടിക്കും? അപ്പോഴേക്കും അവരുടെ ഫാമിലി അയ്യമ്മ പറഞ്ഞത് തൊഴിലേഖരാകാൻ പോകുന്ന ഡോക്ടർമാർ എണ്ണം കൂടാൻ പോകുന്ന MBBS ഡോക്ടർമാർ കാണിക്കാൻ പോവോ? MBBS കഴിഞ്ഞ് PG കഴിഞ്ഞ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ പഠിച്ചു വരുമ്പോഴേക്ക് എത്ര വർഷം കഴിയും? അപ്പോഴേക്കും അവരുടെ ഫാമിലി സെറ്റിൽ ആകാൻ പോവാ. ചിന്തിക്കണം നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി. അപ്പൊ നമ്മളത് ശ്രമിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ ഇപ്പൊ ദൈവം സഹായിച്ചിട്ട് ആരോഗ്യമുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്. ഒന്ന് മാറി ചിന്തിച്ചാലോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ആവശ്യം. ചിന്തിക്കണം. അവനവനെ പറ്റി, അവനവന്റെ കുടുംബത്തെ പറ്റി ചിന്തിക്കുന്ന ആൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാനുണ്ടോ? ഒന്നും പുതുതായിട്ട് ചെയ്യാനല്ല. ആകെ ചെയ്യുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇത്രയും കാലം പല്ല് വെച്ചത് നമുക്ക് പരിചയമുള്ള ഏതൊക്കെയോ ബ്രാൻഡുകൾ ഉപയോഗിച്ചാണെങ്കിൽ ഇനിയുള്ള കാലം പരിചയമില്ലാത്ത ആർസെമെന്റ് വലിക്കും. എന്താ പരിചയം എന്ന് പറഞ്ഞാൽ? എന്താ? ആർസെമെന്റ് ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇവിടെ ഇപ്പൊ എന്താ വാങ്ങാൻ 2000 രൂപയ്ക്ക് ചോദിച്ചിട്ട് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ട് ആരും വിളിച്ചില്ല. എനിക്ക് ഒരുപാട് വിളി കിട്ടിയിട്ടുണ്ട്. നമ്മള് നമ്പറൊക്കെ ആക്കിയിട്ട് പോയി കട വന്നിട്ട് സാധനം വാങ്ങിച്ചോണ്ട് കട വിളിക്കും. ഇവിടെ എന്താ ഇപ്പൊ സാധനം വാങ്ങാനുള്ളത്? ഇവിടെ ഞാൻ ഇവിടെ സാധനം കാണുന്നില്ല. 2000 രൂപയ്ക്ക് വാങ്ങാൻ എന്താ ഇവിടെ ചോദിച്ച ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. എന്തുകൊണ്ടാ ചോദ്യം വരുന്നത് അറിയോ? പലപ്പോഴും PCS ചോദ്യമാണ്. ആ ചോദ്യം വരുന്നത് ആ കടയിൽ ചെന്ന് നോക്കുന്ന സമയത്ത് നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റ് ചെന്നു, അല്ല ആർസെമെന്റ് ഷോപ്പിലേക്ക് ചെന്നു. ഇവിടെ കാണുന്നു ഈ ഒരു പാക്കറ്റ്, ദൂരെ ഈ പാക്കറ്റ് കാണും, നല്ല കളർഫുള്ള പാക്കറ്റാണ്. ഇതിനകത്ത് എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം, അറിയുള്ളൂ. കാണുന്നവർക്ക് അറിയോ? ഇല്ല, അറിയില്ല. അതേസമയം നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ ചെന്നു, നേരെ നമുക്ക് കാണുമോ ഈസ്റ്റേൺ അല്ലെങ്കിൽ കിച്ചൺ ബ്രഷേഴ്സ് അല്ലെങ്കിൽ ഇത് കാണുമ്പോ നമുക്കറിയാം ഒരു ടൂത്ത്പേസ്റ്റ് ഇരിക്കുന്നു. ടൂത്ത്പേസ്റ്റിന് മേലെ നമ്മള് ഒരു പച്ച കളറിലെ ട്യൂബ് ഇരുന്നാൽ അത് പല്ല് കഴിക്കാൻ ടൂത്ത്പേസ്റ്റ് ആണോ അല്ലെങ്കിൽ വേദനയ്ക്കുള്ള മാവാണോ തിരിച്ചറിയാൻ പറ്റുമോ? ക്യാബിൽ ഒന്ന് എഴുതിയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വെച്ചാലോ കോൾഗേറ്റ്, ക്ലോസപ്പ്, ഡാബർ നമ്മുടെ കുടുംബക്കാരാണ്. നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള ദിവസവും നമ്മുടെ വീട്ടിൽ നിന്ന് ആൾക്കാരാണ് ഇരിക്കുന്നത്. ഇതോ പരിചയമില്ലാത്ത ആൾക്കാരാണ്.
അതുകൊണ്ടാണ് അപരിചിതം തോന്നി. ഈ മോളിൽ നിങ്ങൾ ആദ്യം കയറിയപ്പോൾ അപരിചിതം തോന്നിയില്ലേ? പരസ്പരം അറിയാത്ത ആൾക്കാർ അപരിചിതം മാറ്റാണ്. ഈ അപരിചിതം മാറ്റുന്ന ആൾക്കാർ ആരാണ്? പരസ്യക്കാർ. ആ സാധനങ്ങൾ വിൽക്കുന്ന ആരാണ്? കച്ചവടക്കാർ. ഈ രണ്ട് പണി ചെയ്യാനോ ലക്ഷങ്ങൾ മുടക്കണം. ഒരു കച്ചവടക്കാരൻ വടകര അങ്ങാടിയിൽ ഒരു റീറ്റെയിൽ ഷോപ്പ് തുടങ്ങണമെങ്കിൽ എന്റെ അറിവ് വരാണെങ്കിൽ ഏറ്റവും ചെയ്യുന്നത് ഒരു 20 ലക്ഷം കയ്യിലാണ്. ചിന്തിച്ചിട്ട് പോലും കാര്യമില്ല. 20 ലക്ഷം മതിയോ? ഇല്ല. സാധാരണ നാട്ടുപുറത്ത് ഒരു 5 ലക്ഷം രൂപ ചിന്തിച്ചതല്ല കച്ചവടം തുടങ്ങണമെങ്കിൽ. ഇവിടെയോ ആർസി തുടങ്ങണോ? 1 രൂപ പോലും മുടക്കാൻ പറ്റില്ല. എന്നിട്ടും എന്തുകൊണ്ട് ആർസിയെ നമ്മൾ സക്സസ് ആകുന്നില്ല? ഒറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മൾ ആരാണെന്ന് നമുക്ക് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ആരാണെന്ന് ബോധ്യമില്ലാത്തതുകൊണ്ട്. ശരിക്കും നമ്മൾ ആരാ? കച്ചവടക്കാരാണ്, ബിസിനസ്സുകാരാണ്. തിരിച്ചറിയൂ, ബിസിനസ്സുകാരാണ്. ഇനി ഇതേ ബിസിനസ്സുകാർ ട്രഡീഷണലി ചെയ്യണമെങ്കിൽ എത്ര മുടക്കണം? എത്ര ലക്ഷം മുടക്കണം? ഉദാഹരണം പറയാം. ഒരു സ്റ്റാർ ഒരുപാട് സ്റ്റാർ എസ്യൂസ് ആയിട്ടുണ്ട്. ഒരു സ്റ്റാർ എസ്യൂസിന്റെ ഓടി എത്രയാ? 3 ലക്ഷം മൂല്യം വരണം. ഒരു സ്റ്റാർ ആവണമെങ്കിൽ 3 ലക്ഷം PV അല്ലെ? 3 ലക്ഷം PV രൂപ കൂട്ടി എത്ര ഉണ്ടാവും? ഏകദേശം 7 ലക്ഷം കൂട്ടിക്കോളും അല്ലെ? 50 to 60-70% PV നമുക്ക് ഉണ്ടാവും. 7 ലക്ഷം PV കൂട്ടിക്കോളും. 7 ലക്ഷം രൂപയുടെ കച്ചവടം നടന്നാൽ മാത്രമാണ് ഒരാൾ സ്റ്റാർ ആവുക. ഏകദേശം എത്ര രൂപ വരുമാനം? ഏകദേശം 25,000 രൂപയ്ക്കുണ്ടോ? 25,000 രൂപയ്ക്കുണ്ടോ? 7 ലക്ഷത്തിന്റെ കച്ചവടം ട്രഡീഷണൽ ബിസിനസ്സിൽ, സാധാരണ ബിസിനസ്സിൽ ഒരു കടയിട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെലവുണ്ട്? 7 ലക്ഷത്തിന്റെ സ്റ്റോക്ക് കടയിൽ 7 ലക്ഷത്തിന്റെ കച്ചവടം നോക്കോ? 7 ലക്ഷത്തിന്റെ കച്ചവടം നോക്കണമെങ്കിൽ മിനിമം ഒരു 3 സ്റ്റോക്ക് വേണ്ടേ അല്ലെ? ഒരു 10 ലക്ഷത്തിന്റെ സ്റ്റോക്ക് കടയിൽ ഉണ്ടാവണം. 20 ലക്ഷം സ്റ്റോക്കുള്ള കട എന്നതിൽ എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടാവണം? ഒരു 100 സ്ക്വയർ ഫീറ്റ് മതിയോ? ഒരു 10-200-300 സ്ക്വയർ ഫീറ്റ് റൂം ഉണ്ടാവണം. ആ സ്കൂളില് 7 ലക്ഷത്തിന്റെ കച്ചവടം നടക്കണമെങ്കിൽ ആ മുതലാളി മാത്രം മതിയോ? ഒരു 2 സ്റ്റാഫെങ്കിലും വേണം എന്തായാലും വേണ്ടേ? അവിടുത്തെ ഇഞ്ചിനും കറണ്ട് ചാർജ് തുടങ്ങാനുള്ള കോസ്റ്റ് എത്ര ഉണ്ടാവും? ഒരു 20 ലക്ഷം സ്റ്റോക്ക് വെക്കണമെങ്കിൽ അവിടുത്തെ ആ റാക്കും ഇഞ്ചിനും എല്ലാം കൂടെ എങ്ങനെയാണെങ്കിൽ ഒരു 4-5 ലക്ഷത്തിന്റെ എക്സ്പെൻസ് ഉണ്ടാവും. ഒരു 25 മുതൽ 30 ലക്ഷം മുടക്കേണ്ടി വരും, അല്ലെങ്കിൽ 50 ലക്ഷം എടുത്ത് മുടക്കേണ്ടി വരും ഇത് തുടങ്ങണമെങ്കിൽ. ഇനി എത്ര റിട്ടേൺസ് കിട്ടും? എത്ര റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുണ്ട്? കച്ചവടം നടത്തി പരിചയം അറിയാം. ട്രഡീഷണൽ ബിസിനസ്സിൽ 10-12 മാക്സിമം. സാറിന് 10-12 സാർ നടത്തി പരിചയമുള്ള മാക്സിമം 15 കൂട്ടിക്കോളൂ. 15 കൂട്ടിക്കോളൂ മാക്സിമം. ഞാൻ ബോണസ് ആയിട്ട് തരാം, കുറച്ച് കൂട്ടി പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു 15 ലക്ഷം രൂപ അല്ല 15% ആണെങ്കിൽ 1 ലക്ഷത്തിന് സ്ഥാനം വിറ്റാൽ എത്ര കിട്ടും? 15,000 ആണെങ്കിൽ 7 ലക്ഷത്തിന് സ്ഥാനം വിറ്റാൽ എത്രയൊക്കെ ഉണ്ടാവും? അല്ല 7 ലക്ഷം അല്ലേ? എത്ര ഉണ്ടാവും? 1,05,000. 1,05,000 കിട്ടി വെച്ചു. ഈ 1 ലക്ഷം സ്ഥാനം കിട്ടുമോ? ഈ 1,05,000 എന്തൊക്കെ പോകണം? ഒരു 300 സ്ക്വയർ ഫീറ്റ് റൂമിനത്തെ വാടകയുണ്ടാവും 12,000 രൂപ. വടകര കണ്ടില്ലേ? പോരാ, വേണ്ട, നമുക്കോട്ടേക്കൂടി ഒരു 20 രൂപ അല്ലേ? ഒരു 20 രൂപ വാടക. ഒരു 3 സ്റ്റാഫ് വേണ്ടേ? 10 രൂപ വേണ്ടേ? വേണ്ടേ? ഒരു 30 രൂപ സ്റ്റാഫിന് കൊടുത്തു. കറണ്ട് ബിൽ വരും 3,000. കറണ്ട് ബിൽസിൽ പല ചെലവെല്ലാം കൂട്ടിയാൽ ഒരു 5,000 അവിടെ കൂട്ടാൻ നമുക്ക്. ഇപ്പൊ എത്രയായി? 55 രൂപ മുടക്കെത്തിയാ മുടക്കിയത്. 25 മുതൽ 50 ലക്ഷം മുടക്കിയിട്ടുണ്ട്. 55 രൂപ മേലെ ചെലവ് വരുന്നുണ്ട്. ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി എത്രയല്ല അത്ര തന്നെ. ഇവിടെ നമുക്കൊരു സ്റ്റാർസിലേക്ക് ഒരു 7 ലക്ഷം PV ചെയ്തിട്ട് ഒരു 25,000 കിട്ടാൻ എന്തെങ്കിലും ചെലവുണ്ടോ? ഷോപ്പ് എടുക്കണോ? വാടക കൊടുക്കണോ? സ്റ്റാഫ് നോക്കണോ? കണക്ക് നോക്കണോ? എന്തെങ്കിലും ചെലവുണ്ടോ? ഒരു ചെലവ്. ഇനി ആ ഷോപ്പുകാരൻ കച്ചവടം ഉണ്ടാക്കാൻ എന്താ ചെയ്തത്? കണക്കകത്തേക്ക് ആള് വരുത്തി. ഷോപ്പുകാരൻ കച്ചവടം വരാൻ കടയ്ക്കകത്തേക്ക് ആളെ വരുത്തി. കടയ്ക്കകത്ത് ആള് വരുമ്പോഴേ കച്ചവടം ഉണ്ടാവുക. എത്ര ആള് കടയ്ക്കകത്തേക്ക് വന്നതിനനുസരിച്ചാണോ അദ്ദേഹത്തിന് വരുമാനം കിട്ടിയത്? ആണോ? അല്ല. എത്ര രൂപയുടെ കച്ചവടം നടന്നു? ചിലപ്പോൾ 100 10 ആളായി വരുന്നത് 10 ആളും 10,000 രൂപ സ്ഥാപിച്ചു വാങ്ങിയാലോ 1 ലക്ഷത്തിന് കച്ചവടമായി. 100 ആളുകൾ 100 ആൾ 1000 രൂപ വാങ്ങിയില്ലെങ്കിലോ? അപ്പൊ ആളെണ്ണമല്ല
എത്ര രൂപയുടെ സെയിൽ നടന്നു, അതാണ് അയാളുടെ വരുമാനത്തിന്റെ അടിസ്ഥാനം. ഇവിടെ നമുക്ക് ആവശ്യമായ അടിസ്ഥാനം എന്താ? നമ്മുടെ ടീമിൽ എത്ര ജോലി ചെയ്യുന്ന അടിസ്ഥാനമാക്കിയിട്ടാണോ? എത്ര രൂപയുടെ പർച്ചേസ് വന്ന ആളുകൾ എത്ര പർച്ചേസ് ചെയ്ത് മനസ്സിലാക്കുക. ഇനി ഈ കടക്കാരൻ എന്ത് വേണം? ഈ കടയ്ക്കകത്തേക്ക് ആള് വന്നാൽ മാത്രമേ ബിസിനസ് നടക്കുള്ളൂ. അപ്പൊ കട എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, നമ്മൾ എപ്പോഴും അതിനകത്ത് ഉണ്ടാവണം. അപ്പുറത്തെ അപ്പുറത്തെ കടകൾ സാധനം കൊണ്ട് തന്നെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആണോ? ഇവിടെയോ കടയ്ക്കകത്തേക്ക് വരണമെന്നില്ല, ആൾക്ക് എവിടുന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. നമ്മൾ കടയിലിരിക്കേണ്ട, ഒന്നും വേണ്ട, എവിടുന്ന് വേണമെങ്കിലും വാങ്ങിക്കാം. വാങ്ങിച്ചൂടെ? എവിടുന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. ടെറിട്ടറി ബാധകമല്ല. രണ്ടും ആളെ എണ്ണമല്ല, ബിസിനസ്സാണ്. രണ്ടും ആളുകളാണ് വേണ്ടത്, രണ്ട് ജനങ്ങളാണ് വേണ്ടത്, രണ്ട് വ്യക്തികളാണ് വേണ്ടത്. രണ്ടും രണ്ട് ബിസിനസ്സാണ്. പക്ഷെ മറ്റേതോ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയില്ല, ഒരു മിനിമം പ്രൊസസ് നമുക്ക് കിട്ടില്ല. എവിടെയോ സാധ്യത ഒരുപാടാണ്. കാരണം ആസ്തിമയത്തിൽ ഒന്നൊരാളെ സംബന്ധിച്ചോളം അയാൾ റെഗുലറായിട്ട് പർച്ചേസ് ചെയ്ത് കിട്ടും, റെഗുലറായിട്ട് പർച്ചേസ് ചെയ്ത് കിട്ടും, ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, കൺസൾട്ടൻസി ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. പർച്ചേസുകൾ കാരണമാണോ? മാർക്കറ്റിലാണ് വിലകളുണ്ടോ? വീട്ടിലെ ചെലവ് കുറയ്ക്കാമോ? എത്ര പിടിക്കാമോ? ഏറ്റവും ചുരുക്കി നോക്കി കഴിഞ്ഞാൽ ഈ ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾ എത്ര രൂപ ഈ വർഷം ലാഭിച്ചു? ഈ ഒറ്റ പ്രോഡക്റ്റ് കൊണ്ട് നിങ്ങളുടെ വീട്ടിൽ എത്ര രൂപ ലാഭിച്ചു? ഒരുപാട് രൂപ ലാഭിച്ചു, കണക്ക് പറയാൻ കഴിയില്ല. കാരണം എത്ര ആൾക്കും കോറൊക്കെ പനിയും ചുമയുണ്ട്. കഴിഞ്ഞ 2-3 ആഴ്ച എനിക്ക് തൊട്ട് ഇൻഫെക്ഷൻ പനിയൊക്കെ ഉണ്ട്. കോറോസ് മീറ്റിങ്ങുകളുണ്ട്, യാത്രകളുണ്ട്. പക്ഷെ ഒരു ഡോക്ടറെ കാണിച്ചില്ല, ഒരു മരുന്നും കഴിച്ചില്ല. പഞ്ചദോസി, ഗീതദോസി, ഒമേഗ, മാന്, S5 ഇതൊക്കെ തന്നെ. വെള്ളം അല്ലേ? ഒരു പനിക്ക് മിനിമം 1000 രൂപ ചെലവല്ലേ? എത്ര പൈസ ലാഭിച്ചു? ഇതെല്ലാം കിട്ടാൻ നമുക്ക് എന്തെങ്കിലും ചെയ്തോ? വെരി സിമ്പിൾ ആണ്. പക്ഷെ എന്തുകൊണ്ട് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ചെയ്യാത്തത്? ചെയ്യാത്ത ഒറ്റ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷ്യബോധം. വ്യക്തമായ ലക്ഷ്യബോധം ഉണ്ടാക്കി വെച്ചാൽ തിരിച്ചറിയുക, അങ്ങാടിയിലെ ലക്ഷങ്ങൾ നോക്കി കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന അതേ കച്ചവടമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഒന്നുമില്ല, സെയിമാണ്. കോഴിക്കോട് മാവൂർ തുടങ്ങിയ മൈജി 3G മൊബൈൽ ഇടുന്ന ഷോറൂം പണ്ട് പഴയ ആൾക്കാർക്കറിയാം. കോഴിക്കോട് മാവൂറിൽ ഒറ്റ ഷോറൂമാണ് 3G മൊബൈലുകളുണ്ട്. അവിടുന്ന് 2, 3, 4 ഇന്ന് സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ച മൊബൈൽ സിംഗിളായി മൈജി. നമുക്ക് റീസെന്റ് നമുക്ക് നെറ്റ്വർക്ക് പറഞ്ഞുള്ളൂ. തിരുവനന്തപുരത്തുള്ള കസ്റ്റമേഴ്സിനെ കിട്ടണമെങ്കിൽ മൈജിയുടെ ഓണർക്ക് എന്ത് ചെയ്യണം? കോഴിക്കോട് ഷോറൂം ഇട്ടാൽ മതി. തിരുവനന്തപുരത്ത് ഷോറൂം ഇടണം. അപ്പോഴേ തിരുവനന്തപുരത്തെ കസ്റ്റമറെ അദ്ദേഹത്തിന് കിട്ടുള്ളൂ. നമുക്ക് തിരുവനന്തപുരത്തെ കസ്റ്റമറെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ പോയി ഷോറൂം ഇടണം. ആരെങ്കിലും ഷോറൂം ഇട്ടാൽ മതി, അല്ലേ? ആരെങ്കിലും ഷോറൂം ഇട്ടാൽ മതി. റീസെന്റ് ടീമിന്റെ ഒക്കെ ഭാഗമായിട്ട് അടൂര് കണ്ടോളം ഉദ്ഘാടനം ചെയ്തു. ഞാൻ പോയി ഉദ്ഘാടനം. അടൂര് ഭാഗത്തുള്ള ആൾക്കാർ, പത്തനംതിട്ട ഭാഗത്തുള്ള ആൾക്കാരൊക്കെ സാധനം വാങ്ങും, ഇവിടെയുള്ള ആളുകൾ കാശ് കിട്ടുക. അയച്ചോണം, എന്റെ സാധ്യത ചോണം. കോഴിക്കോടുള്ള MP അഹമ്മദ് മലബാർ കോളേജ് ജ്വല്ലറിയില് അദ്ദേഹത്തിന് കച്ചവടം കിട്ടാൻ, അദ്ദേഹത്തിന് പത്തനംതിട്ട ജില്ലയിൽ കച്ചവടം കിട്ടണമെങ്കിൽ അദ്ദേഹത്തിന് പത്തനംതിട്ട ജില്ലയിൽ പോയി ഷോറൂം ഇട്ടേ പറ്റൂ, അല്ലേ? നമുക്കോ ബോംബെയിൽ കിടക്കുന്ന അംബാനിക്ക് കോഴിക്കോട്ടുള്ള ആളുടെ കച്ചവടം കിട്ടണമെങ്കിൽ അയാൾ റിലയൻസ് കോഴിക്കോട് ഷോപ്പിട്ടല്ലേ കച്ചവടം കിട്ടുള്ളൂ. നമുക്കോ ഇവിടേക്ക് നമുക്ക് ബോംബെയിലുള്ള കസ്റ്റമർ കിട്ടണമെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നിടണ്ട, അവിടെ ഷോപ്പ് അവർ വാങ്ങിച്ചോളും. നമ്മൾ വിളിച്ചു പറഞ്ഞാൽ രണ്ടും കസ്റ്റമറാണ്. നമ്മൾ സാധ്യത ആലോചിക്കി, എന്ത് സാധ്യത ആലോചിക്കി. ഈ ഒരു സാധ്യത ഉണ്ടല്ലോ, ആധുനിക കാലഘട്ടത്തിലെ ബിസിനസ് സാധ്യതകൾ ആൾക്കാർ തിരിച്ചറിയാത്തതാണ് നമ്മൾ ചെയ്യാത്തത്. ടെക്നോളജിക്ക് ഒപ്പം നടക്കണം. ഇത് ടെക്നോളജി അധിഷ്ഠിത ബിസിനസ് ആണ്. വർഷങ്ങൾക്ക് മുമ്പേ ഒരു 10-20 വർഷത്തായിട്ട് ബിസിനസ്സിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് നാട്ടില്. ട്രെൻഡ് മാറിയ ബിസിനസിന്റെ. അതായത് ഇപ്പൊ നമ്മൾ കടകളിലേക്ക് സാധനം വാങ്ങിക്കാൻ പോകുന്നുണ്ടോ? കടകളിൽ വിളിച്ച ഓർഡർ ചെയ്ത സാധനം എത്തും. ഓർഡർ ഭക്ഷണം കഴിക്കണമെങ്കിലോ ഓർഡർ ചെയ്ത് വീണ്ടും സാധനം, അത് കസ്റ്റമറുടെ അടുത്തേക്ക് സാധനം എത്തുക എന്നുള്ള കൺസെപ്റ്റാണ്. ഇതെന്ന് തുടങ്ങിയതറിയോ? ഒരു 80-100 വർഷം മുമ്പ് തുടങ്ങിയ ഡയറക്റ്റ്ലി കസ്റ്റമർ അടുത്തേക്ക് സാധനം എത്തിക്കുന്ന രീതി നമ്മുടെ നാട്ടിലിപ്പം വരാൻ തുടങ്ങിയിട്ട് സാധാരണ ബിസിനസ്സുകാരോട് കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ഒരു 10-20 വർഷമായിട്ടുള്ളൂ. എത്ര അഡ്വാൻസ് ടെക്നോളജിയാ. ഇനി അതിൽ ആസിയുടെ പ്രസക്തി എന്താ? ആസിയുടെ പ്രസക്തി എന്താ? ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ഡയറക്റ്റ് കമ്പനി, 100-ലധികം സ്വന്തം ഫാക്ടറികൾ, 200-ലധികം സ്വന്തം ഡിപ്പോകൾ, 4000-ലധികം ഉൽപ്പന്നങ്ങൾ. ആസിന്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കാഴ്ച വെക്കാൻ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. 100% ധൈര്യമായിട്ട് നമുക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലൈഫാണ്.
ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 100% ധൈര്യമായിട്ട്. വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കണോ? പ്രൊമോഷൻ കിട്ടാൻ വിദ്യാഭ്യാസ യോഗ്യത വേണോ? വേണ്ട. ഞാൻ ആർസിമില് ഈവിലായ സമയത്ത് ആർസിമിൽ വന്നപ്പോൾ അതേ വിദ്യാഭ്യാസ യോഗ്യതയാണ് എറണാകുളത്തുള്ളത്. എന്തെങ്കിലും വേണോ? വേണ്ട. വൈ എക്സ്പീരിയൻസ് നമ്മൾ ജോലിയിൽ കിട്ടും, ഇവിടെ കിട്ടും. ആ എക്സ്പീരിയൻസ് ആണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. കാശ് യൂസ് ചെയ്യണോ? ഒന്നും വേണ്ട. പക്ഷെ ഒറ്റ കാര്യം മാത്രം വേണം. അതില്ലാത്തവരൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താണ്? ജീവിതത്തെ പറ്റി ഒരു കാഴ്ചപ്പാടുണ്ടാവണം, ജീവിതത്തെ പറ്റി ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം, എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാവണം, അതുകൊണ്ട് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടാവണം. മടി കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മെന്റാലിറ്റി ഉണ്ടാവണം. മടി കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാൻ. ടി.സി. ചന്ദ്രാശി എന്നോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ പണത്തിന് വേണ്ടി ആർസ്യം ചെയ്യണ്ട. നിങ്ങൾ ആർസ്യം ചെയ്യേണ്ടത് മൂല്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം, മൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ. പക്ഷെ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്താലും ശരി, എല്ലാ ദിവസവും വളർച്ച കൊണ്ടുവരണം, ഗ്രോത്ത് കൊണ്ടുവരണം. 2 തരത്തിലുള്ള ഗ്രോത്ത് ഉണ്ടാവണം. അത് നിങ്ങൾ ഒന്ന് പേഴ്സണൽ ഗ്രോത്ത് ആണ്, 2 ബിസിനസ്സിലെ ഗ്രോത്ത് ആണ്. പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടാവണം എന്ത് വേണം? പഠിക്കണം. പഠിക്കണമെന്ന് എന്ത് വേണം? കേൾക്കണം. അറിവുള്ള ആളെ കേൾക്കണം. കേൾക്കണമെങ്കിലോ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണം. ഇന്നത്തെ കാലഘട്ടത്തിൽ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പ്രയാസമുണ്ടോ? സൂമിൽ ഇഷ്ടംപോലെ മീറ്റിംഗ് ഉണ്ട്. എന്നുള്ള കേൾക്കാത്തത്? എല്ലാ ദിവസവും സൂം കേൾക്കുന്ന ആരെങ്കിലും ഇവിടെ കുറവാണ്. കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാറ്റമുണ്ടാവും. മീറ്റിംഗ് കേൾക്കണം, എന്നാലേ പഠിക്കാൻ പറ്റുള്ളൂ. പ്രൊഡക്റ്റ് ഉപയോഗിക്കണം, ഉപയോഗിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ, വിശ്വാസം ഉണ്ടാവുള്ളൂ, ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫീലിങ്സ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഏറ്റുപിടിച്ചാൽ ഇത്രയും മഹത്തായ ഒരു പ്രസ്ഥാനം ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഞാൻ 2018 എന്റെ ജോലി വിട്ടിറങ്ങുമ്പോൾ ഞാൻ ലീഗൽ അച്ചീവർ ആണെങ്കിൽ ഇന്ന് ഞാൻ ആസ്മയിലെ എമറാൾഡാണ്. ഒരു 3000 രൂപ വരുമാനത്തിൽ 2018 ആരംഭിച്ച എനിക്ക് മുൻപരിചയമില്ല, ബിസിനസ് ചെയ്തിട്ടില്ല. ഒരു 10-15 വർഷം മിംസിൽ ജോലി കാണാനും ഒരു 5 വർഷം ജോലിയായിട്ട് ഒരു 10 വർഷം ജോലിക്കാരനായിരുന്നു ഞാൻ. ജോലിയായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് മാത്രമായിട്ട് ഇടപെടുകയും ശീലമുള്ളൂ. ആൾക്കാരോട് മിണ്ടാൻ അറിയില്ല, ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ല, അങ്ങനത്തെ യാതൊരു മാർക്കറ്റിംഗ് സെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്കറിയില്ല. ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. എന്റെ പഴയ സുഹൃത്തുക്കളൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കുന്നത്, മാറിപ്പോയി, ആർസിമെന്റ് മാറ്റി. അപ്പൊ നമ്മളെ മാറ്റാൻ നമ്മൾ ബോധപൂർവമായ തയ്യാറെടുപ്പ് നടത്തിയേ പറ്റൂ. സ്ഥിരമായിട്ട് മീറ്റിംഗ് കേൾക്കുക, പഠിക്കാൻ തയ്യാറാവുക, അതോടൊപ്പം തന്നെ ആളുകളോട് സംസാരിക്കാനും മിങ്കിൾ ചെയ്യാനും പ്ലാൻ പറഞ്ഞു കൊടുക്കാനും മീറ്റിംഗ് എടുക്കാനും കിട്ടുന്ന ചാൻസിലെല്ലാം ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാലോ? ഞാൻ പറഞ്ഞു, ഒരു 3000 രൂപയ്ക്ക് താഴെ വരുമാനത്തിൽ 2018 ഞാൻ ആർസിഎം ഫുൾ ടൈം ആരംഭിച്ചെങ്കിൽ ഇന്ന് 1 ലക്ഷത്തിന് മേലെ വരുമാനമുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് അക്കൗണ്ട് ബാലൻസ് നോക്കാതെ സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥ. അതിനല്ലേ ഇത്രയും കാലം ആഗ്രഹിച്ചത്. ഒരു 7 വർഷം കൊണ്ട് കഴിഞ്ഞൊരു 2020 ഒരു മിഡിൽ പകുതി മുതൽ 1/2 ലക്ഷത്തിൽ കുറഞ്ഞില്ല വരുമാനം. ഒരു 7 വർഷം കൊണ്ട് എത്ര ഇരട്ടി വർധന ഉണ്ടായി വരുമാനത്തിൽ? അല്ലെ, എത്ര ഇരട്ടി വർധന ഉണ്ടായി? നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി പറയാൻ പറ്റുമോ ഇത്രയും വർധന ഉണ്ടാക്കാൻ പറ്റുന്നത്? എന്റെ ടീമിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ലേഡി കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട്, കഴിഞ്ഞ 30 മാസം എന്നെ വിളിച്ചു, സാറേ എനിക്ക് സ്റ്റേറ്റ്മെന്റ് കണ്ടിട്ട് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല, സാർ ഒന്ന് വിശദീകരിച്ച് തരാമോ? അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ ഓരോ പോർഷൻസ് ഞാൻ വായിച്ചു കൊടുത്തു. അവരെന്നെ വായിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞു പെർഫോമൻസ് ഇൻസെന്റീവ് എന്താണ്. എനിക്ക് അതിശയം, ഇവർക്ക് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ആൾക്കാർ പൈസ വാങ്ങുന്ന ആൾക്ക് സ്റ്റേറ്റ്മെന്റ് എന്താ മനസ്സിലാവാത്തത്? പെർഫോമൻസ് ഇൻസെന്റീവ് എന്താ സാറേ, മന്ത്ലി ഗ്രോത്ത് ബോണസ് എന്താ സാറേ, റോയൽറ്റി ബോണസ് എന്താ സാറേ, ഒക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ടി.സി. ചബ്ര നമ്മൾ പറയുന്നതല്ലോ തരുന്നത്, അതിൽ എത്ര ഇരട്ടി തരുന്നത്? അത് റോയൽറ്റി ഗോൾഡിൽ അവർക്ക് കിട്ടിയ വരുമാനം 34,000 രൂപയാണ്. പ്ലാൻ പോയിനകത്ത് 20,000 കണ്ട് ശീലിച്ചിട്ടുള്ളൂ. 63 വയസ്സുള്ള ലേഡിക്ക് ഒരു 3 വർഷം കൊണ്ട് ഫ്രം സീറോയിൽ നിന്ന് ഒരു 35,000 അടുത്ത് വരുമാനം കിട്ടുന്ന ലെവലിലേക്ക് എത്താവുന്ന മറ്റെന്തോ ഓപ്പർച്യൂണിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. 75 വയസ്സുള്ള ടീമിലെ 75-80 വയസ്സുള്ള ടീമിലെ ഒരു സീനിയർ വ്യക്തി, അദ്ദേഹം കഴിഞ്ഞ മാസം വാങ്ങിച്ചത് 20,000 രൂപയാണ്. മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും കഴിയാത്ത, അസുഖമൊന്നും നടക്കാൻ പറയാതെ വിറച്ചിരിക്കുന്ന ഒരു വ്യക്തി കഴിഞ്ഞ മാസം ഒരു അച്ചീവേഴ്സ് സ്റ്റേജിൽ കയറിട്ട് വിറച്ചുകൊണ്ട് ജയാസി പറഞ്ഞ ആവേശം പറഞ്ഞു, എനിക്ക് കഴിഞ്ഞ മാസം കിട്ടിയത് 17,000 രൂപയാണ്. മറ്റെന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ആലോചിക്കും, എന്തോ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതെല്ലാം കിട്ടാൻ എന്താ തടസ്സം? ഇപ്പൊ ദൈവം സഹായിച്ച് 2 കാലം നിൽക്കാനുള്ള ആരോഗ്യമുണ്ട്, ആളോട് പറഞ്ഞു കൊടുക്കാനുള്ള ശേഷിയുണ്ട്. ഇത് അല്ലെ, എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. 2016 ഏറ്റവും ശോഭനമാക്കാം. നിങ്ങൾ ഇതുവരെ ആശയം പറഞ്ഞിട്ടില്ലാത്ത നിങ്ങളുടെ പരിചയക്കാരോടൊക്കെ ആശയം പറയാൻ എന്ത് വേണം? ഫസ്റ്റ് ബേസിക് ആയിട്ട് സാധനം വേണം.
നമ്മുടെ കയ്യിൽ അവരുടെ ലിസ്റ്റ് വേണം. 2016 തുടക്കം തന്നെ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഒരു 100 പേരുടെയെങ്കിലും പുതിയ ലിസ്റ്റ് ചെയ്ത, നിങ്ങൾ ഇതുവരെ ആർസിയും പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത ഒരു 100 പേരുടെ പുതിയ ലിസ്റ്റ് ചെയ്ത നിർബന്ധമായിട്ടും അത് ലഭിക്കുന്ന എല്ലാവരും എഴുതുക. എല്ലാ മാസവും പേഴ്സണൽ ജോലി കൊണ്ടുവരാൻ ശ്രമിക്കുക. ഞാൻ റോഷി ചുവായില്ലേ, ഞാൻ ടെക്നിക്കൽ ചുവായില്ലേ, അല്ലെങ്കിൽ ഞാൻ അതായില്ലേ, ഇപ്പൊ എനിക്ക് സമയം കിട്ടില്ല, മടിച്ചിട്ടാ. നമ്മുടെ കോണ്ടാക്റ്റിലുള്ള 1% ആൾക്കാരോട് നമ്മൾ പറഞ്ഞില്ല. എല്ലാ മാസവും ഒരു 10 പുതിയ ചോദ്യം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഈ ചോദ്യങ്ങളെ ഡെപ്തിൽ കൊടുക്കുക, ലീഡർ പറഞ്ഞത് എവിടെയാന്നുള്ളത്. എന്നാലോ ടീമുള്ള ആൾക്കാരൊക്കെ വളരും. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, എനിക്ക് വളർച്ചയില്ല, ഞാൻ ലീഡറൊന്നും ചെയ്യുന്നില്ലല്ലോ, ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ബാക്കി എല്ലാവരും ആക്റ്റീവാൻ തുടങ്ങും, മൾട്ടിപ്ലൈ തുടങ്ങും, ബിസിനസ് മൾട്ടിപ്ലൈ തുടങ്ങും. എത്ര വർഷം കൊണ്ട് 2027 ജനുവരി 1-ാം തീയതി ഈ ഹാളിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഈ ഹാളിൽ റോയൽറ്റിന്റെ ആൾക്കാരുടെ മാത്രമാക്കി പ്രോഗ്രാമാക്കി മാറ്റാൻ പറ്റും. യാതൊരു സംശയമില്ല. അതിനുള്ള പൊട്ടൻഷ്യൽ ഏറ്റവും ആർസിഎം ബിസിനസ് ചെയ്യാനുള്ള ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയിൽ ഉപയോഗിക്കുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷം കൊണ്ട് നിങ്ങൾ ജീവിതത്തിലും ആർസിഎമ്മിലും എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയോ അതിന്റെ ഇരട്ടി നേട്ടം 2026 ഒറ്റ വർഷം ഉണ്ടാക്കാൻ പറ്റും. മൂസാര നടക്കുന്ന പ്രകാരം ഒരു 10-200 പുതിയ ഷോപ്പുകൾ വരുന്നുണ്ട്, 3ഓളം പുതിയ ഡിപ്പോ വരുന്നുണ്ട്. ഇൻഡസ്ട്രീസ് പൂർണ്ണമായിട്ട് ലീഗലാണ്. ഈ നോംസ് ഫോളോ ചെയ്യുന്ന കമ്പനികൾ ഇല്ലെന്ന് പറയാം. ആർസിഎം അല്ലാത്ത കമ്പനി കോമ്പറ്റീഷൻ ഇല്ല മാർക്കറ്റിൽ തൽക്കാലം. ഇതിൽ പറ്റിയ അനുകൂലമായ ഒരു കാലാവസ്ഥ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിക്കും ആർസിഎമ്മിനും ഇന്നുവരെ വന്നിട്ടില്ല. ഇത് തിരിച്ചറിഞ്ഞ ആൾക്കാരാരാ? നമ്മൾ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ സാധനം എടുക്കുമ്പോൾ നാളെ അങ്ങനെ ആവൂല. പ്രൊഫഷണൽ ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ആർസിഎമ്മിൽ കടന്നു വരുന്നുണ്ട്. നമ്മൾ പറയേണ്ട ആൾക്കാരൊക്കെ എങ്ങനെ പ്രൊഫഷണലായിട്ട് പറയാമെന്ന് അറിയുന്ന ആൾക്കാർ കടന്നു വരുന്നുണ്ട് ഇഷ്ടം പോലെ. നമ്മൾ ചെയ്യണം. വിശ്രമിക്കേണ്ട സമയമല്ല, ഉറങ്ങേണ്ട സമയമല്ല. കായ്മയും മറന്ന് ഇറങ്ങി പുറപ്പെടാം. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം. എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. 2026 ശോഭനമായിട്ടാണ് ആശംസിക്കുന്നു. താങ്ക് യു. ജയ് ആർസിഎം.